സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ ഫിറോസ് അലി. ഒരു കാരണവുമില്ലാതെ എൻ്റെ ഭർത്താവ് ചില അവസരങ്ങളിൽ എന്നോട് പിണങ്ങുകയും തട്ടിക്കയറുകയും ചെയ്യാറുണ്ട്. അത് കാരണം ഞാൻ അന്ന് കുട്ടികളെ ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുക. ഇതൊരു വീട്ടമ്മയുടെ വാക്കുകളാണ്. നമുക്ക് മുറിവേറ്റാൽ നാം അന്യരെ മുറിപ്പെടുത്തുക സാധാരണമാണ്. ഇതുപോലെ വീട്ടിൽ അശാന്തമായ ഒരു അവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു അധ്യാപകൻ പലപ്പോഴും ക്ലാസ് മുറിയിൽ കുട്ടികളോട് അസാധാരണമായ വിധത്തിൽ പ്രവർത്തിച്ചെന്നു വരാം. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുക വഴി എങ്ങനെയോ നമ്മുടെ മുറിവുകൾക്ക് ചെറിയ ഒരു ആശ്വാസം ലഭിക്കുന്നു. നമ്മുടെ മുറിവ് സുഖപ്പെട്ടില്ലെങ്കിൽ നമ്മെയും മറ്റുള്ളവരെയും മുറിപ്പെടുത്താനുള്ള പ്രവണത നാം തുടർന്നുകൊണ്ടേയിരിക്കും. ജീവിതയാത്രക്കിടയിൽ നമുക്കൊക്കെ ഇങ്ങനെ പലതരത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരിക്കാം. നമുക്ക് മുറിവേറ്റതിൻ്റെ ചില സൂചനകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. മിക്ക സമയത്തും സന്തോഷമില്ലായ്മ അനുഭവിക്കുക, എല്ലാത്തിനെ കുറിച്ചും പേടി തോന്നുക, ഞാൻ പറഞ്ഞ പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി, ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാവാതിരിക്കുക, മറ്റുള്ളവർക്ക് അവസരം നൽകാതെ എപ്പോഴും സംസാരിക്കൽ, എപ്പോഴും മാനസിക അസ്വസ്ഥത അനുഭവപ്പെടുക, തിരക്കിട്ട ജോലികളിൽ മുഴുകുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനുള്ള അമിത പ്രവണത, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാതെ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുക, അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിത രീതി, സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാതിരിക്കുക, മറ്റുള്ളവരോട് പെട്ടെന്ന് കോപം വരൽ, എന്തിനേയും വിമർശിക്കുവാനുള്ള പ്രവണത, വ്യക്തികളോടും സംഭവങ്ങളോടും മുൻവിധികളോടെ പെരുമാറുക, സന്തോഷത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനോ ദുഃഖം വരുമ്പോൾ ദുഃഖം പ്രകടിപ്പിക്കാനോ കഴിയാതെ വരിക, എപ്പോഴും മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവണത, തിരുത്തലുകൾ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുക, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയാതിരിക്കുക, കൂടുതൽ സമയവും ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുക, സ്വന്തം ആരോഗ്യത്തിന് ശ്രദ്ധ കൊടുക്കാതിരിക്കൽ, മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയാതിരിക്കുക, ഇതെല്ലാം മാനസികമായി മുറിവേറ്റതിൻ്റെ ലക്ഷണങ്ങളിൽ ചിലതാണ്. മനുഷ്യ മനസ്സുകൾക്ക് മുറിവേൽക്കുന്ന വഴികൾ അനന്തമാണ്. മുറിവേൽക്കുന്ന വഴികൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കാം. വൈകാരിക മുറിവുകളുടെ സുഖപ്പെടൽ എന്നതിന് പഴയ അവസ്ഥയുടെയോ മറ്റു വ്യക്തികളുടെയോ മാറ്റം എന്നർത്ഥമില്ല. ഒരു ദീർഘയാത്രയിൽ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. നന്നാക്കേണ്ടിയിരുന്നതിനാൽ യാത്രക്കാരെല്ലാം പുറത്തിറങ്ങി. അതിശക്തമായ വേനൽ ചൂടുണ്ടായിരുന്നു. എന്തൊരു അസഹനീയമായ ചൂട്! ബസ് കേടാവാൻ കണ്ട ഒരു സ്ഥലം, ഒരു യാത്രക്കാരന്റെ പരിഭവം. ഇത് പറഞ്ഞ് അദ്ദേഹം ഇടക്ക് അസ്വസ്ഥനാവുന്നത് കാണാനിടയായി. അപ്പോൾ അയാളുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, ആർക്ക് എങ്ങനെയാണ് ബസ്സിന്റെ ബ്രേക്ക് പൊട്ടുന്ന സ്ഥലം നിശ്ചയിക്കാനാവുക? ഇവിടെ രണ്ട് മനോഭാവങ്ങളുടെ പ്രകടനം നമുക്ക് കാണാം. ഭർത്താവ് ഒരു വിധത്തിലും ഭാര്യ മറ്റൊരു വിധത്തിലും പ്രശ്നത്തെ കണ്ടു. സവിശേഷ കാഴ്ചപ്പാടിലൂടെ ഭർത്താവ് അവസ്ഥ ദുരിതപൂർണമാക്കിയപ്പോൾ ഭാര്യയാകട്ടെ ദുരിതം ലഘൂകരിച്ചു. മനസ്സിനേറ്റ മുറിവുകളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കൽ എപ്പോഴും കാഴ്ചപ്പാടിൽ വ്യതിയാനം വരുത്തുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരിലോ അവസ്ഥയിലോ മാറ്റം വരണമെന്നില്ല. നാം മനസ്സിലാക്കേണ്ട കാര്യം, മറ്റുള്ളവരോ ചുറ്റുപാടോ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല. നാമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്. നമുക്ക് മാറ്റാൻ സാധിക്കുക നമ്മെയാണ്. നമ്മുടെ കാഴ്ചപ്പാടിന് വരുത്തുന്ന ആരോഗ്യപരമായ മാറ്റത്തിലൂടെ നമ്മുടെ മുറിവുകൾ തിരിച്ചറിയാനും അവ സുഖപ്പെടുത്താനും നമുക്ക് സാധിക്കും. ഈ ലോകത്തിന്റെ നശ്വര സ്വഭാവത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം. ഈ ലോകത്ത് തനിക്ക് സുഖകരമല്ലാത്ത സംഭവങ്ങളെയും നേരിടുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തോടുള്ള സമീപനത്തെ തന്നെ മാറ്റിമറിക്കും. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ ഫിറോസ് അലി.